വെൽക്കം ടു ഓൾ തിങ്സ് ലൈഫ്. ഇന്ന് ഇവിടെ ഒരു ഗോവൻ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗോവൻ ഫിഷ് കറി. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. അതിന് ആവശ്യമുള്ളത് നമുക്ക് ഒരു അര സവാള, പിന്നെ അതിൽ കുറച്ച് വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്, ഒരു പീസ് ജിഞ്ചർ, ടാർമറിൻ്റെ പുളി, പിന്നെ കുതിർത്തിയെടുത്ത ഒരു 5-10 ഉണക്കമുളക്, പിന്നെ ഒരു അരമുറി നാളികേരം. അരമുറി ഫുള്ളും വേണ്ട, കുറച്ച് ഒരു മുക്കാൽ മുറി നാളികേരം. പിന്നെ അതിലേക്ക് നമുക്ക് ജീരകം വേണം. പിന്നെ അതത്രയും സാധനങ്ങൾ തന്നെ ആവശ്യമുള്ളൂ. പിന്നെ ഇത് വേണം, കുരുമുളക് പൊടി കുറച്ച് ആഡ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. മീൻ നമ്മുടെ നല്ല കഷ്ണമീൻ എടുക്കുക, നല്ല പീസാക്കിയിട്ടുള്ള കഷ്ണമീൻ. അതിനെ ഇനി എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രൈൻഡ് ചെയ്യണം കുറച്ച് മസാലകൾ. അതിനാവശ്യമുള്ളത് വെളുത്തുള്ളി, ജിഞ്ചർ, പിന്നെ 2 പച്ചമുളക്, മുളക്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ മല്ലിപ്പൊടി ആവശ്യമുണ്ട്, അത് പറയാൻ മറന്നു നേരത്തെ. മല്ലിപ്പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ജീരകം 1 ടീസ്പൂൺ, കുറച്ച് കുരുമുളക്, പിന്നെ ഒരു ഹാഫ് ഓണിയൻ കട്ട് ചെയ്തിട്ടിടുക. പിന്നെ ടാർമറിൻ്റെ പുളി ഇടുക, പിന്നെ നാളികേരം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്ത് നല്ല പേസ്റ്റാക്കി എടുക്കണം. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റാക്കി എടുക്കണം. ഇത് മസാല നന്നായി അരിഞ്ഞിട്ടുണ്ട്. ഇനി അത് നമ്മൾ കറിയാക്കി എടുക്കാം. മസാല ചേർക്കണം. ഈ റെസിപ്പി തീരെ ഓയിലില്ലാത്ത റെസിപ്പിയാണ്, ഓയിലിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതിൽ മസാല ആഡ് ചെയ്യുക. അവിടെ കുറച്ച് വെള്ളം ആഡ് ചെയ്യുക കേട്ടോ. മസാല ടൈറ്റായിട്ടുള്ള മസാല. അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളം ആഡ് ചെയ്യാം. ഇനി ഇതിൽ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്യണം. ആ മസാലയിൽ കുറച്ച് ഉപ്പിട്ടിട്ടുള്ളൂ, കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്യുക. ഇനി അത് ഒരു 10 മിനിറ്റ്സ് തിളയ്ക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടണം. അപ്പോൾ അത് ഒരു 10 മിനിറ്റ്സ് തിളയ്ക്കാതിരിക്കട്ടെ. നല്ലോണം തിളച്ചതിന് ശേഷം, ഒന്ന് തള വന്നാൽ നമ്മൾ മൂടി വയ്ക്കുക. എന്നിട്ട് അത് ഒന്ന് മീഡിയം തീയിൽ വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ തിളച്ച് പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി 10 മിനിറ്റ് ആയിട്ടുണ്ട്, തുറക്കാം. എണ്ണ തെളിഞ്ഞ് കാണാനുണ്ട്. അത് ഇത് വേറെ ഒന്നുമല്ല, നാളികേരത്തിൻ്റെ ഒരു കൊഴുപ്പാണ്. ഇനി ഇതിൽ മീനിട്ട് കൊടുക്കാം.
ഫ്ലെയിം കൂട്ടി വയ്ക്കുക. എന്നിട്ടത് ഇളക്കി കൊടുക്കുക. ഒന്ന് മെല്ലെ ഇളക്കി കൊടുക്കുക. മീനിലേക്ക് എല്ലായിടത്തേക്കും ഒന്ന് ചാറ് ഇറങ്ങിക്കിടക്കുന്ന രീതിയിൽ. എന്നിട്ട് അത് തിളയ്ക്കാൻ വയ്ക്കുക. ഒരു കുക്കാവാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് 8-10 മിനിറ്റ് വേവട്ടെ. അപ്പോൾ 10 മിനിറ്റായി. നമ്മൾ നോക്കാം. കറി നല്ല വെന്തിട്ടുണ്ട്. ഒന്ന് ഫ്ലെയിം ചുരുക്കി എടുക്കാം. എന്നിട്ട് കറി നല്ല വെന്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗോവ ഫിഷ് കറി റെഡി. ഗോവൻ ഫിഷ് നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. കുറച്ച് സ്പൈസിയും കൂടി ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഫിഷ് കറി എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടിപൊളി, മസ്റ്റ് ട്രൈ.